കോഴിക്കോട് മാങ്കാവിൽ വാടക കെട്ടിടത്തിന് തീപിടിച്ച ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മുറിയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ പുരുഷ മൃതദേഹം പക്ഷേ ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. കസബ പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി. കോഴിക്കോട് മാങ്കാവിൽ ഇന്ന് പുലർച്ചെ ഒരു മൃതദേഹം, ഒരു കെട്ടിടത്തിനകത്ത്, വാടക കെട്ടിടത്തിനകത്ത് ഒരു മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് കണ്ടെത്തിയത്. ഈ മുറിക്കകത്ത്, ഈ കാണുന്ന കെട്ടിടത്തിൻ്റെ മുറിക്കകത്ത് കട്ടിലിലാണ് മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ ഉണ്ടായിരുന്നത്. അത് കത്തിയതിനു ശേഷം താഴേക്ക് വീണതാകാമെന്നൊരു സംശയവും പറയുന്നുണ്ട്. കെട്ടിടത്തിൻ്റെ അകത്തെ ഈ ചുമർ ഭാഗത്തും മറ്റു ഫർണിച്ചറുകൾക്കുമൊക്കെ ചെറിയ രീതിയിൽ തീ പിടിച്ചതായിട്ടും കണ്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇതുവഴി വന്ന ആളുകളാണ് കെട്ടിടത്തിനകത്ത് നിന്ന് പുക ഉയരുന്നത് ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് എത്തി ഈ റൂമിൻ്റെ അകത്തേക്ക് വെള്ളമടിച്ച് തീ അണക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കസബ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ മറ്റു പരിശോധനകൾ, ഫോറൻസിക്കിൻ്റെ അടക്കം പരിശോധനകൾ ഇവിടെ നടക്കേണ്ടതുണ്ട്. മൃതദേഹം പൂർണ്ണമായും കത്തിയ അവസ്ഥയിലായതുകൊണ്ട് തന്നെ ഇതാരുടെ മൃതദേഹമാണ് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഒരു പുരുഷന്റെ മൃതദേഹമാണ് എന്ന് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് ഇത് ആദ്യം കണ്ട ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യം. ഇത് ഈ കെട്ടിടത്തിൻ്റെ ഉടമ, ഇതൊരു വാടക കെട്ടിടമാണ്, കെട്ടിടത്തിൻ്റെ ഉടമ വിദേശത്താണ് ഉള്ളത്. ഇവിടെ ഒരാൾ കുറേ കാലങ്ങളായിട്ട് താമസിച്ചു വരുന്നുണ്ട്, വാടകയ്ക്ക് താമസിച്ചു വരുന്നുണ്ട്. പക്ഷേ അയാൾ ആരാണ്, എന്താണ് എന്ന കൃത്യമായൊരു വിവരം ഇതുവരെ സ്ഥിരീകരിച്ച് പറയാൻ തക്കവണ്ണം ആയിട്ടില്ല എന്നുള്ളത് കൂടെയാണ് കാര്യം. ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ബാക്കി പരിശോധനകളും കാര്യങ്ങളും നടത്തി വരികയാണ്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന അസീസ്ക ഇപ്പോൾ ചേരുന്നുണ്ട്. അസീസ്ക, അത് എന്താണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം? നമ്മൾ വരുന്ന സമയത്ത് ഒരാൾ കത്തിക്കരിഞ്ഞതായിട്ട് കാണുന്നത്, മറിച്ച് ഒന്നും കൊടുത്തതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചതാണോ ഒന്നും അറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പോലീസ് വിളിച്ചിട്ടാണ് നമ്മളിവിടെ എത്തിപ്പെടുന്നത്. ആ സമയത്ത് ഒരാൾ മരണപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അതേ കാണുന്നുള്ളൂ, മറിച്ചൊന്നും എന്നല്ല. പിന്നെ പരിസരത്തുള്ള ഏതൊരു സന്തോഷം എന്ന് പറഞ്ഞ ഒരാളാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കുറെ കാലങ്ങളായിട്ടുള്ള ഒരാൾ ഇവിടെ താമസിച്ച് വരുന്നുണ്ട്. അയാളുടേതാണോ എന്ന് സ്ഥിരീകരിക്കണം. അതിന് ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ആരുടേതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ മാത്രമേ ബന്ധുക്കളടക്കം വിവരങ്ങൾ കൃത്യമായി അറിയിക്കാനും കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് ഉൾപ്പെടെ നൽകുന്ന വിവരം. എന്തായാലും കസബ പോലീസ് ഇവിടെയുണ്ട്. ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം എത്തി ബാക്കി നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്യും. ക്യാമറമാൻ മനോജ് പയ്യന്നൂരിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.